നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പൊതുവിലും കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷം വരുത്തുന്നതാണ് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. കണ്ണൂർ നോർത്ത് എ ഓഫീസിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ മിന്നൽ സന്ദർശനം. നിയമന അംഗീകാരവും ശമ്പളവുമായി ബന്ധപ്പെട്ട് വാരം യു പി സ്കൂളിൽ അധ്യാപകർ നൽകിയ പരാതിയിൽ അന്വേഷണത്തിനാണ് മന്ത്രി നേരിട്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതി ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് തലശ്ശേരിയിലെ 27 റോഡുകൾ. പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. തലശ്ശേരിയിൽ വീണ്ടും മോഷണ പരമ്പര. 2 കടകളിൽ കവർച്ച, 4 ഇടങ്ങളിൽ കവർച്ചാ ശ്രമം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പൊതുവിലും കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷം വരുത്തുന്നതാണ് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച നടപടിയെന്നും കേരളത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂവിനിയോഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടത്തുന്ന സമുചിത വിള നിർണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റ് പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർവേ നമ്പർ അടിസ്ഥാനത്തിലുള്ള അഞ്ചരക്കണ്ടി പഞ്ചായത്ത് വിള ഭൂപടവും കണ്ണൂർ ജില്ലയുടെ പുതുക്കിയ ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം LRS വെബ്സൈറ്റ് എന്നിവയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അമേരിക്കയുടെ നടപടി കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങളെ സാരമായി ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന 2ാമത്തെ രാജ്യമാണ് അമേരിക്ക. കശുവണ്ടി, അരി, പച്ചക്കറികൾ, സംസ്കരിച്ച പഴം, ധാന്യപ്പൊടികൾ തുടങ്ങിയവയുടെ ആകെ കയറ്റുമതിയുടെ 20% പോകുന്നത് അമേരിക്കയിലേക്കാണ്. രാജ്യത്തെ ഏറ്റവും അധികം സമുദ്രോൽപ്പന്ന സംസ്കരണ യൂണിറ്റുകളുള്ള സംസ്ഥാനവും കേരളമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും അധിക ചുങ്കത്തിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷം വരുത്തുന്നതാണ് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച നടപടി. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങളെ സാരമായി ഇത് ബാധിക്കും. കേരളത്തിൻ്റെ കാർഷികോൽപ്പന്നങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന 2ാമത്തെ രാജ്യമാണ് അമേരിക്ക. കശുവണ്ടി, അരി, പച്ചക്കറികൾ, സംസ്കരിച്ച പഴം, ധാന്യപ്പൊടികൾ തുടങ്ങിയവയുടെ ആകെ കയറ്റുമതിയുടെ 20%-ലധികം പോകുന്നത് അമേരിക്കയിലേക്കാണ്. രാജ്യത്തെ ഏറ്റവും അധികം സമുദ്രോൽപ്പന്ന സംസ്കരണ യൂണിറ്റുള്ള സംസ്ഥാനവും കേരളമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും അധിക ചുങ്കത്തിൻ്റെ പ്രത്യാഘാതമുണ്ടാകും. കേരളത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. പാനൂർ സെമി ക്രിട്ടിക്കൽ ബ്ലോക്കിന്റെ ജലപരിപാലന റിപ്പോർട്ട് സജലം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ പ്രകാശനം ചെയ്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ റിപ്പോർട്ട് ഏറ്റുവാങ്ങി. ഓമല്ലൂർ നെന്മേനി സമുചിത വിളനിർണയ റിപ്പോർട്ട് പ്രകാശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ഓമല്ലൂർ നെന്മേനി പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാർ റിപ്പോർട്ട് ഏറ്റുവാങ്ങി. ഓച്ചിറ സമുചിത വിളനിർണയ റിപ്പോർട്ട് കണ്ണൂർ കലക്ടർ അരുൺ K. വിജയൻ പ്രകാശനം ചെയ്തു. ഓച്ചിറ പഞ്ചായത്ത് കൃഷി ഓഫീസർ റിപ്പോർട്ട് ഏറ്റുവാങ്ങി. അഞ്ചരക്കണ്ടി പഞ്ചായത്ത് വിളഭൂപടം കണ്ണൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ പ്രകാശനം ചെയ്തു. ഭൂവിനിയോഗ കമ്മീഷണർ യാസ്മിൻ L. റഷീദ്, ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ, കണ്ണൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ, ജില്ലാ കൃഷി ഓഫീസർ KN ജ്യോതികുമാരി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ഭൂവിനിയോഗ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടീന ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ നോർത്ത് എ ഓഫീസിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ മിന്നൽ സന്ദർശനം. നിയമന അംഗീകാരവും ശമ്പളവുമായി ബന്ധപ്പെട്ട് വാരം യു പി സ്കൂളിലെ അധ്യാപകർ നൽകിയ പരാതിയിൽ അന്വേഷണത്തിനാണ് മന്ത്രി നേരിട്ട് എ ഓഫീസിൽ എത്തിയത്. തിങ്കളാഴ്ച രാവിലെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ഉദ്ഘാടനം ചടങ്ങിനെത്തിയ മന്ത്രിക്ക് ഇ അഞ്ജു, അർജുൻ സതീഷ്,
സി ശുഭ എന്നീ അധ്യാപകരാണ് സങ്കട ഹർജി നൽകിയത്. പരാതിയെക്കുറിച്ച് ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിക്കിടെയാണ് വാരം UP സ്കൂളിലെ അധ്യാപകരായ അഞ്ജു, ശുഭ, അർജുൻ എന്നിവർ മന്ത്രിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ നിയമനം 8 വർഷത്തോളമായി തടഞ്ഞുവെച്ചതായി പരാതിപ്പെട്ടത്. തുടർന്ന് മന്ത്രി ഉദ്യോഗസ്ഥരോടൊപ്പം ഉടൻ തന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരിൽ നിന്നും മന്ത്രി വിവരങ്ങൾ തേടി. 2017 മുതൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ശുഭയും 2018 മുതൽ ജോലി ചെയ്യുന്ന അഞ്ജു, അർജുൻ എന്നിവരും നിയമന പ്രശ്നം കാരണം ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത്. ഈ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. എന്തായാലും ഒരാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് DOക്ക് ഉത്തരവ് കൊടുത്തു. ഈ പരാതി 2017 മുതൽ നിയമനം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഓരോ കാലഘട്ടത്തിലും ഓരോരോ കാരണങ്ങളാണ് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുടെ നിയമനം പറഞ്ഞു, അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോന്ന് എല്ലാം ക്ലിയർ ആയി വരുമ്പോഴും പുതിയൊരു കാരണം ഉണ്ടാവും. അങ്ങനെ വന്നു ഞങ്ങളിപ്പോൾ 3 പേര് എന്തായാലും 3 ടീച്ചർമാർ 7 വർഷം 8 വർഷം 9 വർഷക്കാലമായി ഒന്നുകിൽ അവരുടെ അപേക്ഷ നിരസിക്കണം, അല്ലെങ്കിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കണം. ഇവിടെ നിരസിക്കപ്പെട്ടിട്ടില്ല, അവർ വീണ്ടും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി ചെയ്യും. മേലെ പോയ ചില സിറ്റുവേഷനിലൊക്കെ ക്ലാരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിരുന്നു. തിരുവനന്തപുരത്ത് പോയ എക്സ്പ്ലനേഷനൊക്കെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ടായി വന്നിട്ടുണ്ട്. പക്ഷേ താമസം കൂടുതലും നേരിട്ടത് ഇവിടെയാണ്. തിരുവനന്തപുരത്ത് എത്തുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ടീച്ചർമാർ ശമ്പളമില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ലല്ലോ, അതിൽ പെശ ഉണ്ടല്ലോ. ആ പെശ കൊണ്ട് അഥവാ എന്തെങ്കിലും ഇവരുടെ ഭാഗത്ത് പെശ ഉണ്ടെങ്കിൽ ആ പെശ കാണിച്ചുകൊണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്യണമല്ലോ. എന്തെങ്കിലും എന്തോ ഇത്തിരി വർഷമൊക്കെ ഒരു ഫയൽ വെച്ച് താമസിപ്പിക്കണം, ഉറപ്പായിട്ട് നടപടി ഉണ്ടാവും. അതും കൂടെ ഈ പരിശോധിക്കാൻ ഞാൻ പറഞ്ഞു. മാനേജ്മെന്റിന്റെ ചിലപ്പോൾ ചില മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കിയ മുദ്ര എന്ന മാതൃകാപരമായ പദ്ധതി കേരളത്തിലെ മറ്റ് വിദ്യാലയങ്ങൾക്കും ഒരു വഴികാട്ടിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മുദ്ര പദ്ധതിയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 3 നില കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം ഈ ഗവൺമെൻറ് ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 10 വർഷങ്ങൾക്ക് മുമ്പുള്ള പാഠപുസ്തകമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റി 3,80,00,000 പാഠപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് ഒരു തെറ്റും കൂടാതെ ഒരു അക്ഷരം കൂടാതെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞു. 9ാം ക്ലാസ് പാസ്സായ ഉടനെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. അതെല്ലാം ഒരു പുതിയ സംരംഭമാകുന്ന കാര്യം ഞാനിവിടെ നിങ്ങളോട് സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കുട്ടികൾക്ക് എന്ത് പരാതി ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ പ്രഖ്യാപിച്ചു. ഈ ഓരോ കുട്ടിയും ഓരോ ടീച്ചർമാർ കാണേണ്ടത് എൻ്റെ കുട്ടി എന്നുള്ള നിലയിലാണ്, എൻ്റെ മകനാണ്, എൻ്റെ മകളെന്നുള്ള നിലയിലാണ് ഓരോ ടീച്ചറും ഓരോ കുട്ടിയും പരിഗണിക്കപ്പെടേണ്ടത്. കുട്ടികൾക്ക് നിരവധി പരാതികളുണ്ട്. ആ പരാതികൾ കുട്ടി പുറത്ത് പറയാതെ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് ബോക്സ് പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ ഉണ്ടാവണം. ഓണം അവധി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ബോക്സ് ഉണ്ടാവണം. പേര് വച്ചാലും പേര് വയ്ക്കാതെയും കുട്ടികൾക്ക് കംപ്ലൈൻറ്റ് പരാതി എഴുതി ആ ബോക്സിലിടാം. 2017 മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സമീപത്തെ 14 വിദ്യാലയങ്ങളും ചേർത്ത് മുദ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമിട്ടത് KK രാഗേഷ് MP ആയിരുന്നപ്പോഴാണ്. 55 കോടിയിലധികം രൂപയുടെ ധനസഹായത്തോടെ അന്നു മുതൽ ഇന്നുവരെ ഈ വിദ്യാലയങ്ങളുടെ വികസനത്തിനായി ഒട്ടേറെ പേർ അഹോരാത്രം പ്രയത്നിച്ചതായും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പോലും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണം. അതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. മുദ്ര വിദ്യാലയ ക്ലസ്റ്റർ വികസന പരിപാടിക്കായി CSR ഫണ്ടുകൾ, MP ഫണ്ടുകൾ, MLA ഫണ്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഫണ്ടുകൾ, സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടുകൾ, മറ്റ് ഇതര ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്.
കിഫ്ബി ഫണ്ടായ 3.30 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൽ 12 ക്ലാസ് മുറികൾ, 20 ടോയ്ലറ്റുകൾ, സ്റ്റേജ്, 2 ഗ്രീൻ റൂമുകൾ, വിശാലമായ ഹാൻഡ് വാഷ് ഏരിയ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിയം രജിസ്ട്രേഷൻ, പുരാരേഖ, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. മുൻ MP KK രാഗേഷ് സന്നിഹിതനായി. മുദ്ര ജനറൽ കൺവീനർ PP ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനീഷ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർമാൻ VK സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A പങ്കജാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് അംഗം P അഷ്റഫ്, DDE D ഷൈനി, SSK പ്രൊജക്ട് ഓഫീസർ EC വിനോദ്, വിദ്യാകിരണം കോർഡിനേറ്റർ KC സുധീർ, സ്കൂൾ പ്രിൻസിപ്പൽ M മനോജ് കുമാർ, HM PK റംലത്ത് BV, PT പ്രസിഡന്റ് CP അഷ്റഫ്, HMC ചെയർമാൻ PC ആസിഫ് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ ആകെ 1000 കോടി രൂപയുടെ പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതി ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. 27 റോഡുകൾ നവീകരിക്കുന്നതോടെ തലശ്ശേരി നഗരത്തിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതി ഉൾപ്പെടുത്തി തലശ്ശേരി നഗരസഭയിലെ 27 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലാകെ നഗര ഗ്രാമ മേഖലകളിൽ CMLRP മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതി 2 CMLRP 2 എന്ന പേരിൽ 1000 കോടി രൂപയുടെ നിർമ്മാണ പദ്ധതി നടന്നു. യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് മുടക്കി ചെയ്യേണ്ടതാണ് ഗ്രാമീണ റോഡുകൾ എന്ന് നിങ്ങൾക്കും നമുക്കെല്ലാം അറിയാം. പക്ഷേ കഴിഞ്ഞ പ്രകൃതി ദുരന്തത്തിൻ്റെയും വലിയതായി വരുന്ന മഴയുടെയും ഒക്കെ ഭാഗമാണ് പല റോഡുകളും തകർന്ന് കിടക്കുകയാണ്, തകർന്ന് തരിപ്പണമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ സാധാരണ രീതിയിൽ ബഡ്ജറ്റിൻ്റെ സപ്പോർട്ട് അല്ലാതെ പ്രത്യേക പദ്ധതി വഴിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ധനകാര്യ വകുപ്പ് പ്രത്യേക പണം അനുവദിച്ച് ഈ 1000 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാം. വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം എന്നാണ് ഗവൺമെൻറ് ആലോചിച്ചിട്ടുള്ളത്. 27 റോഡുകൾ പൂർത്തീകരിക്കുന്നതോടുകൂടി നഗരസഭാ മേഖലയിൽ കുറച്ചുകൂടി യാത്രാ സൗകര്യം വർദ്ധിക്കുകയും വളരെ പാരമ്പര്യമാണ്, വളരെ പുരാതനമാണ് തലശ്ശേരി നഗരത്തിൻ്റെ പൊതുവായ യാത്രാ സൗകര്യം മെച്ചപ്പെടുകയും. തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ അധ്യക്ഷനായി. റോഡുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വാർഡ് കൗൺസിലർമാർ ജാഗ്രതയോടെ ഇടപെടണമെന്നും സ്പീക്കർ പറഞ്ഞു. ഇത് 19 റോഡ് നിർമ്മിക്കുന്നത് ഒരാളുകൾ കോർപ്പറേറ്റ് സൊസൈറ്റിയാണ്. മറ്റു റോഡുകൾ മറ്റ് നമ്മുടെ സ്വകാര്യ കോൺട്രാക്ടർമാരാണ്. ഇവിടുത്തെ കൂടിയിരിക്കുന്ന കൗൺസിലർമാരോടും വാർഡിലെ ജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിങ്ങളുടെ ഇടപെടൽ ജാഗ്രതയോടെ ഉണ്ടാകണം. ജാഗ്രതയോടെ ഇടപെട്ടാൽ മാത്രമേ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, തലവേദന വന്നാൽ നാം ഗുളിക കഴിക്കും, അപ്പോൾ തലവേദന പോകും. നിങ്ങൾ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായ തലവേദനയ്ക്കുള്ള പരിഹാരമാണ് ഗുളിക കഴിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ ശാശ്വതമായ പരിഹാരത്തിൽ നിങ്ങൾ ശ്രമിക്കണം. എന്താണ് പരിഹാരം? ആ പരിഹാരം എന്നത് നല്ല ഡ്രെയിനേജോടുകൂടിയുള്ള റോഡാണ്. നിർഭാഗ്യവശാൽ ഒരു കൗൺസിലർക്കും ആ പ്രദേശ ജനങ്ങൾക്കും ഡ്രെയിനേജ് ആവശ്യമില്ല. എങ്ങനെയെങ്കിലും തൽക്കാല ഗതാഗത വിജയമാക്കാൻ നിങ്ങൾ റോഡ് സാധ്യതയാണ്. ഇത് ശാശ്വതമായ പരിഹാരമല്ല. ശാശ്വതമായ പരിഹാരം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന റോഡ് ഞാൻ പറയാം. നമ്മുടെ OV റോഡ് എത്രയോ കാലം പൊട്ടിപ്പൊളിഞ്ഞു, നിരന്തരമായ പരാതി വരുന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഓൺലൈനായി ആശംസകൾ നേർന്നു. തലശ്ശേരി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ റഹീല റിപ്പോർട്ട് അവതരിപ്പിച്ചു. 5.8 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് 19 റോഡുകളുടെ പ്രവൃത്തി. ബാക്കിയുള്ളവ തലശ്ശേരിയിലെ കരാറുകാർക്കാണ്. 6 മാസ കാലാവധിയിൽ പ്രവൃത്തി പൂർത്തിയാക്കും. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ, തലശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ MV ജയരാജൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C സോമൻ, നഗരസഭാംഗം TV റാഷിദ ടീച്ചർ, തലശ്ശേരി നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, കാത്താണ്ടി റസാഖ്, V സദി, അഡ്വക്കേറ്റ് നിഷാദ്, MB അരവിന്ദാക്ഷൻ, CKP മമ്മു, N ഹരിദാസ്, K വിനയരാജ്, BP മുസ്തഫ, വളോറ നാരായണൻ, ജോർജ് പീറ്റർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമസഭകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും റബ്കോയുടെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും റബ്കോയോടുള്ള വിശ്വാസമാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നതെന്നും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ.
റബ്കോ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ വിൽപ്പന ഷോറൂം ഉദ്ഘാടനം കതിരൂർ വേറ്റുമ്മലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരായ ജനങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടായ സ്ഥാപനമാണ് റബ്കോ എന്നും റബ്ബർ കർഷകരെ സഹായിക്കുവാൻ തുടങ്ങിയ പ്രസ്ഥാനം ഗുണമേന്മ കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ കോർപ്പറേറ്റുകളെ വെല്ലുന്ന രീതിയിൽ ബഹുദൂരം സഞ്ചരിച്ചെന്നും സ്പീക്കർ പറഞ്ഞു. ഷോറൂമിന്റെ ശിലാഫലകം അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. റബ്കോ ഏതൊരു കോർപ്പറേറ്റോടും കമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥാപനമായി ചുരുങ്ങിയ കാലം കൊണ്ട് മാറിയെന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അതൊരു ടീം വർക്കിന്റെ വിഷയമാണ്. ചെയർമാൻ നല്ല രീതിയിൽ മുൻകൈ എടുക്കുന്നു, ടീം നന്നായി പ്രവർത്തിക്കുന്നു. അത് ഇനിയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. അതിന് കഴിയാവുന്ന സഹായങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും നൽകണം. കാരണം ഇതൊരു സഹകരണ സ്ഥാപനമാണ്. ഇതിന്റെ ചരിത്രം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ബഹുദൂരം മുന്നോട്ട് പോകുന്നു. നമുക്കിനി ഏതൊക്കെ തരത്തിൽ ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ സാധിക്കുമോ ആ നിലയിലെല്ലാം ആത്മാർത്ഥമായ എല്ലാവരുടെയും പിന്തുണ ഇതിനുണ്ടാവണം. റബ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷനായി. അവകാശപ്പെട്ടതും അർഹമായതുമെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഈ മേഖലയിലെ ഈ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളും അതിൻ്റെ മാനേജ്മെൻറ്റും ഈ പ്രസ്ഥാനത്തെ, സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റും സഹകരണ വകുപ്പും ഒട്ടേറെ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതിനെ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് അതിൻ്റെ വിശദമായ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഹെവൻ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം കേരള ഹോസ്പിറ്റൽ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് MC പവിത്രൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ആഗോള പ്രശസ്ത ബ്രാൻഡായ റബ്കോ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യാനും പാകത്തിൽ വിശാലമായ ഷോറൂമാണ് തലശ്ശേരി കൂത്തുപറമ്പ് റോഡിലുള്ള വേറ്റുമ്മലിൽ ഇരുനിലകളിലായി 5000 സ്ക്വയർ ഫീറ്റ് ചുറ്റളവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സർക്കാർ നിയന്ത്രണത്തിലും സഹകരണാടിസ്ഥാനത്തിലും രൂപം കൊണ്ട റബ്കോ റീറ്റെയിൽ സ്ഥാപനത്തിൽ 200-ൽ പരം വരുന്ന റബ്കോ ഫർണിച്ചറുകളും കിടക്കകളും മറ്റുൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് പരിചയപ്പെടാനും തെരഞ്ഞെടുക്കാനും അവസരം ഒരുക്കുന്നുണ്ട്. 25,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലഭിക്കും. EMI ഫിനാൻസിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. റബ്കോ ഗ്രൂപ്പ് ഡയറക്ടർ K ധനജയൻ, കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ, കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ, കതിരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, റബ്കോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മോൺസൺ ജോസഫ്, കോട്ടയം ഗ്രാമപഞ്ചായത്ത് വാർഡംഗം MP ദിലീപൻ, സജീവ് മാറോളി, അഡ്വക്കേറ്റ് നിഷാദ്, ബഷീർ ചെറിയാണ്ടി, പത്മിനി ടീച്ചർ, PK പ്രവീൺ, വടക്കുംപാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പ്രസന്ന ടീച്ചർ, റബ്കോ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി AK രവീന്ദ്രൻ, വേറ്റുമ്മൽ ജുമാ മസ്ജിദ് സെക്രട്ടറി VP റമീസ്, വേറ്റുമ്മൽ ഗണപതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് V ശ്രീരാഗ്, സംഘാടക സമിതി ചെയർമാൻ KV പവിത്രൻ, കൺവീനർ P അജിത്, ഫാക്ടറി മാനേജർ KC ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി നഗരത്തിൽ 2 കടകളിൽ കവർച്ചയും 4 കടകളിൽ കവർച്ചാ ശ്രമവും നടന്നു. തിങ്കളാഴ്ച പുലർച്ചെ തലശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷന് സമീപത്തെ കടകളിലാണ് സംഭവം. എല്ലാ കടകളിലെയും പൂട്ട് തകർത്ത നിലയിലാണുള്ളത്. മല്ലേഴ്സ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഫാഷൻ സോണിൽ നിന്ന് 2 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായി ഉടമ കാസിം തലശ്ശേരി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. BIS IT കമ്പ്യൂട്ടറിൽ നിന്നും ഒരു കമ്പ്യൂട്ടറും കവർന്നു. തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റാൾ, ന്യൂ ഇന്ത്യൻ ക്ലോത്ത്, സീൻ ടൈലറിംഗ് ഷോപ്പ് എന്നിവിടങ്ങളിൽ കവർച്ചാ ശ്രമങ്ങളും നടന്നു. എല്ലാ കടകളിലെയും പൂട്ട് തകർത്ത നിലയിലാണുള്ളത്. കടകളിലെ CCTV പ്രവർത്തനരഹിതമായതിനാൽ മോഷ്ടാക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. CC ക്യാമറ ഈ ഷോപ്പുകാർക്ക് CC ക്യാമറ ഉണ്ടെങ്കിൽ തന്നെയും ആരും അത് രാത്രി ഓഫാക്കിയിട്ട് പോകുന്നൊരു പ്രവണത പൊതുവെ തലശ്ശേരിയിൽ കണ്ടിരുന്നത്. അതുകൊണ്ട് പോലീസുകാർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് പൊളിക്കാനുള്ള ഒരു സമയം കിട്ടാത്തൊരവസ്ഥ സംജാതമാക്കുന്നത്. കഴിയുന്ന എല്ലാ ഷോപ്പുകാരും അവരുടെ CC ക്യാമറയിൽ പകൽ ഓണാക്കിയിട്ട് രാത്രി ഓഫാക്കുന്ന ആ സ്വഭാവം നിർത്തി രാത്രിയും കൂടി ഓണാക്കുന്ന സംവിധാനമാക്കി വന്നാലാണ് പോലീസുകാർ ജോലി എളുപ്പമാണെന്ന് ഈ അവസരം മുന്നിപ്പെടുന്നത്. രാവിലെ കടകളിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് കവർച്ചയും ശ്രമവും ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തലശ്ശേരി പോലീസിൽ അറിയിക്കുകയായിരുന്നു. കവർച്ച നടന്ന കടകളിൽ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. അടുത്തിടെ നഗരത്തിലെ കവർച്ചാ കേസുകളിൽ അന്തർജില്ലാ മോഷ്ടാക്കളെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.
ഇതിനു പിന്നാലെയാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് കടകളിൽ കവർച്ച നടക്കുന്നത്. രാത്രികാല പോലീസ് പട്രോളിംഗ് ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം. തലശ്ശേരി മുല്ലസ്കോമ്പുള്ള സ്ഥാപനങ്ങൾ തുറക്കാൻ വരുമ്പോഴാണ് 4 സ്ഥാപനങ്ങളെ കൂട്ടുവച്ചേക്കുന്നത്. ഫാഷൻ സോണ്, വിസൈറ്റ് കമ്പ്യൂട്ടർ, അജീബ് സ്റ്റാള്, ജീൻസ് ടൈലറിങ്, ന്യൂ ഇന്ത്യൻ ക്ലോത്ത് എന്നീ സ്ഥാപനങ്ങളിലെ പൂട്ടുകൾ പൊളിച്ച് ഉള്ളിൽ കയറുകയും ഫാഷൻ സോണിൻ്റെ നിലവിളി ക്യാഷും വിസൈറ്റിലെ കമ്പ്യൂട്ടർ പോലെ നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി വ്യാപാരികൾക്കുള്ള സുരക്ഷ നൽകണമെന്ന് ഈ അവസരം പറയുക. കടകൾക്ക് നഗരത്തിൽ സുരക്ഷയില്ലെന്നും കവർച്ച വർദ്ധിക്കുകയാണെന്നും പ്രതികളെ പോലീസ് ഉടൻ പിടികൂടണമെന്നും തലശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് KN പ്രസാദ് ആവശ്യപ്പെട്ടു. തലശ്ശേരിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നിരവധി സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം ഉണ്ട്. പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ ഒരു സമയം ഞങ്ങൾ പറയാനുള്ളത്. രാത്രി നൈറ്റ് പെട്രോളിംഗ് ഒന്ന് ശക്തമായ ഒരു ഇതിലേക്ക് നടത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. കിഫ്ബിയുടെ സഹായത്തോടെ KIIDCയുടെ സാങ്കേതിക മേൽനോട്ടത്തിൽ പിണറായി പഞ്ചായത്തിൽ ഉമ്മൻചിറ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചേക്കുപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ തലശ്ശേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ പിണറായി എരഞ്ഞോളി പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ചേക്കുപാലം ഉമ്മൻചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നാളെ ആഗസ്റ്റ് 12-ാം തീയതി കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. പരിപാടിയിൽ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും. മുഖ്യ അതിഥിയായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ അഡ്വക്കേറ്റ് AN ഷംസീറും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ചേക്കുപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനാകും. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ മുഖ്യാതിഥിയാകും. MPമാരായ K സുധാകരൻ, ഷാഫി പറമ്പിൽ, V ശിവദാസൻ, P സന്തോഷ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളാകും. ജലവിഭവ വകുപ്പിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന 36.77 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. എരഞ്ഞോളി, പിണറായി പഞ്ചായത്തുകളിലെ കുടിവെള്ള ദൗർലഭ്യത്തിനും ഉപ്പുവെള്ളം കയറിയുള്ള കൃഷിനാശത്തിനും ശാശ്വത പരിഹാരമായാണ് ഈ പദ്ധതി. 2.5 മീറ്റർ ഉയരത്തിൽ വെള്ളം സംഭരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്ട്രക്ചർ പണിതിരിക്കുന്നത്. അതുകൂടാതെ 2 വശത്തും 3 സ്പാനോട് കൂടി ഏകദേശം 35 മീറ്ററോളം നീളത്തിൽ പാലങ്ങളോട് കൂടിയതും അതിനപ്പുറത്തായിട്ട് അപ്രോച്ച് റോഡുകളും പണിതിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ഒരു 3.5 കിലോമീറ്ററോളം ബണ്ട് പ്രൊട്ടക്ഷൻ നടത്തിയിട്ടുണ്ട്. ഈ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ എരഞ്ഞോളി, പിണറായി പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് ഒരു നല്ല പരിഹാരമാകും. കൂടാതെ തരിശു കിടന്ന ഭൂമി ഏകദേശം 1360 ഏക്കർ ഭൂമിയോളം നമുക്ക് കൃഷിയോഗ്യമായി തീരുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ KIIDC DGM NT ഗംഗാധരൻ, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, KIIDC പ്രൊജക്ട് കോർഡിനേറ്റർ പ്രദീപ് കിണാത്തി, വാർഡംഗം P ജസ്ന എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി DYFI ഓഗസ്റ്റ് 15 തലശ്ശേരിയിൽ നടത്തുന്ന സമരസംഗമത്തിന്റെ ഭാഗമായി കതിരൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വേറ്റുമലിൽ നിന്നും ആരംഭിച്ച ജാഥ പൊന്നം കുണ്ടുചിറയിൽ സമാപിച്ചു. ശക്തമായ സമരങ്ങളായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഉള്ള തൊഴിൽ മേഖലകളിലെ അവസ്ഥ എന്താണ്? 30,000 രൂപയിൽ താഴെയാണ്. ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വരുമാനമാണ്. മിനിമം കൂലി ഉറപ്പുവരുത്തുന്നത് കേരളത്തിലെ സ്ഥാപനം നടത്തുന്നത്
PV സച്ചിൻ ക്യാപ്റ്റനായും ലിജിൻ തിലക് മാനേജരായും കാവ്യ വൈസ് പ്രസിഡന്റായും ഉള്ള കതിരൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥ വേറ്റുമ്മലിൽ നിന്നും ആരംഭിച്ച് കുണ്ടുചിറയിൽ സമാപിച്ചു. സമാപന പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് മുഖ്യപ്രഭാഷണം നടത്തി. അപ്പൊ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ 3 ലക്ഷത്തിൽ നിന്ന് ഒരു 30-35 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു വമ്പൻ പൊതുമേഖലാ സ്ഥാപനമാക്കിയിട്ട് നമ്മുടെ BSNL വളർത്താമായിരുന്നു. അങ്ങനെ വളർന്നാൽ ഈ ചോനാടത്തും കതിരൂർ പഞ്ചായത്തിലെയും എല്ലാം നിരവധി ആളുകൾക്ക് ആ BSNL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ തൊഴിൽ കിട്ടും. പക്ഷെ അത് വളർന്നോ? 3 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമായിട്ട് ഉപഭോക്താക്കളുടെ എണ്ണം കോടിക്കണക്കിന് മുന്നേറുമ്പോഴും ആ തൊഴിൽ വളർന്നോ എന്ന് ചോദിച്ചാൽ വളർന്നില്ല എന്ന് മാത്രമല്ല, 3 ലക്ഷം ഇന്ന് കേവലം 60,000-ൽ താഴെയായി ചുരുങ്ങി. 60,000-ൽ താഴെയായി ചുരുങ്ങി. എല്ലാവർക്കും VRS കൊടുത്ത് വിടുകയാണ്. ടെലികോം മേഖലയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടേണ്ട ഒരു സ്ഥാപനം എങ്ങനെയാണ് തകർത്ത് തരിപ്പണമാക്കിയത് എന്ന് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഇതൊരു BSNL മാത്രം അനുഭവമല്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ആ വിമാനത്താവളത്തിൽ നേരത്തെ ഉണ്ടാവുന്ന ഓരോ ഒഴിവിനും പൊതുപ്രവേശന പരീക്ഷയുണ്ട്. മെറിറ്റും സാമൂഹ്യനീതിയും സംവരണവും അനുസരിച്ചായിരുന്നു അവിടെയെല്ലാം നിയമനങ്ങൾ നടക്കുക. ആ വിമാനത്താവളം അദാനിക്ക് കൊടുത്തതിന്റെ ഭാഗമായി ഇനി അവിടെ നിയമനം നടത്തുന്നത് അദാനിയായിരിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 6 വിമാനത്താവളങ്ങൾ അങ്ങനെ പോയി. P. ഗിൻസി അധ്യക്ഷയായി. അർജുൻ പവിത്രൻ, PV സച്ചിൻ എന്നിവർ സംസാരിച്ചു. വിപിൻ സ്വാഗതം പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
ലുലു ഗോൾഡ്, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ സമരസംഗമത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മാഹി പള്ളൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഫിദ പ്രദീപ് നയിച്ച കാൽനട പ്രചരണ ജാഥ ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി CN ജിതുൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കും വേണം ജോലി, ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ സമരസംഗമത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മാഹി പള്ളൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി CN ജിതുൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ പാഠ്യപദ്ധതി എടുത്ത് മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അമ്മമാർക്കും രക്ഷിതാക്കൾക്കും പോലും ഈ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് ഏത് രീതിയിൽ പഠിപ്പിക്കണമെന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ചല്ല അധ്യാപകരുടെ കാര്യവും. അധ്യാപകരുടെ ക്ഷാമം വലിയ രീതിയിൽ മായികത്ത് നേരിടുന്നു. പല വിഷയങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകരില്ല എന്നുള്ളതാണ് വസ്തുത. അധ്യാപകരെ നിയമിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് സർക്കാർ വരുന്നില്ല എന്നുള്ളതാണ്. പഠനം പൂർണ്ണമായും മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടി NDA സർക്കാർ അല്ലെ NDA നേതൃത്വം കൊടുക്കുന്ന സർക്കാർ തയ്യാറാവുകയില്ല എന്നുള്ളത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളതാണ്, അറിയാവുന്നതും കൂടിയാണ്. ഇപ്പൊ വരുന്ന ന്യൂസുകൾ അനുസരിച്ച് UP-യിൽ 50-ത്തിനടുത്തോളമുള്ള വിദ്യാലയങ്ങൾ കൂടുന്നതിന് വേണ്ടി തയ്യാറായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ അവസ്ഥ മായിയിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പോണ്ടിച്ചേരി സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഫിദ പ്രദീപ് ജാഥയ്ക്ക് നേതൃത്വം നൽകി. മാഹി ആശുപത്രി പരിസരം, പള്ളി മൈതാനം, ചെറുകല്ലായി, ചാലക്കര, പന്തക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മൂലക്കടവിൽ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കളായ PP വിനയൻ, CT വിജീഷ്, ഹാരിസ് പരന്തിരാട്ട്, T സിദ്ദീഖ്, TK ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മൂലക്കടവിൽ നടന്ന സമാപന പരിപാടി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. CPIM തൃക്കണ്ണാപുരം വാർഡ് 18 കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചു.
CPIM ഏരിയ കമ്മിറ്റി അംഗം PM മധുസൂദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPM തൃക്കണ്ണാപുരം 18ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അനുസ്മരിച്ചത്. CPM കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗം PM മധുസൂദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. 2025 മരണത്തിലേക്ക് എത്തുമ്പോൾ തന്റെ സംഭവബഹുലമായിട്ടുള്ള 102 വർഷത്തെ ജീവിതത്തിൽ 8 പതിറ്റാണ്ടിലേറെ കാലം സാധാരണ ജനത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി സഹന സമര പോരാട്ടത്തിലൂടെ മാതൃകാ കമ്മ്യൂണിസ്റ്റായി 102ാമത്തെ വയസ്സിൽ അന്ത്യത്തിലേക്ക് എത്തിയ സഖാവ് VS-നെ ഓർക്കുമ്പോൾ കേരള ജനത VS-നെ എത്രത്തോളം നെഞ്ചേറ്റി എന്നതിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വലിയ ചുടുകാട്ടിലേക്ക് VS-ന്റെ മൃതശരീരം പോകുമ്പോൾ വാടി വിജയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കടത്തനാടൻ മനോഹരൻ അധ്യക്ഷനായി. വാർഡ് സെക്രട്ടറി ഷൈജു കാരായി സ്വാഗതം പറഞ്ഞു. K. അജിത, K. ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നിഹോൺ ഷോട്ടോകാൻ കരാത്തെ അസോസിയേഷന്റെ ഇന്റർ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് മാഹിയിൽ സംഘടിപ്പിച്ചു. മാഹി വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കേരളത്തിൽ നിന്നും മാഹിയിൽ നിന്നുമുള്ള 450ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. മാഹി വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സെൻസായി വിനോദ്കുമാറിന്റെ പേരിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പടവക്കാരൻ കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോഴേ ആ പ്രാരം ഭാഗത്തോട് പോയി കഴിഞ്ഞാൽ ഒരു ബോർഡ് വന്നു, കരാത്തെ സ്കൂളിന്റെ ബോർഡ്. ഏകദേശം 3-3 ദശകത്തിലേറെയായി ഈ പേര് ഞാൻ കാണിക്കുന്നത്. ഞാൻ വിനോദ്കുമാറിനെ ആദ്യമായിട്ട് കണ്ടത് ഇപ്പൊ എനിക്ക് കഴിക്കണമെന്ന ടൈമിലാണ്. ഈ കൊച്ചു മൈലിലൂടെ കരാത്തെ സെൽഫ് ഡിഫൻസ് എന്ന മേഖലയിൽ സെൻസായി വിനോദ്കുമാറിന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കരാത്തെ എന്ന് പറയുമ്പോൾ ആദ്യ മനസ്സിൽ നിന്നത് വിനോദ്കുമാറിന്റെ പേരാണ്. അദ്ദേഹം ഈ നാട്ടിൽ ചെയ്ത സംഭാവനകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കരാത്തെ വെറും സെൽഫ് ഡിഫൻസിന് വേണ്ടിയുള്ള ഒരു മാധ്യമം മാത്രമല്ല, ഏതൊരു രാഷ്ട്രത്തിന്റെയും ശക്തി അച്ചടക്കമുള്ള ഒരു യുവ ജനതയാണ്. ഞാൻ യുവജനത പറയുമ്പോൾ മറ്റുള്ള അച്ചടക്കം വേണമെന്നില്ല, യുവാക്കളാണ് നമ്മുടെ നാളത്തെ ഭാരതം. അപ്പോൾ യുവാക്കൾ അച്ചടക്കത്തോടെ ഉണ്ടായാൽ മാത്രമേ നാട് മുന്നേറാനാവുള്ളൂ. കേരളത്തിൽ നിന്നും മാഹിയിൽ നിന്നുമായി 500ഓളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഗുജറാത്തിൽ നടക്കുന്ന നിഹോൺ ഷോട്ടോകാൻ കരാത്തെ അസോസിയേഷന്റെ ഓൾ ഇന്ത്യ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. കേരള പുതുച്ചേരി ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി K. വിനോദ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി.
ഇന്നത്തെ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പിലൂടെ നമ്മൾക്ക് ഒരു ഏറ്റവും ബെസ്റ്റ് ഫൈറ്റർ സൃഷ്ടിക്കുകയോ അതിൽ നിന്ന് ജില്ലാ സംസ്ഥാന നാഷണൽ വേൾഡ് ലെവലിലുള്ള ഒരു ചാമ്പ്യനെ സൃഷ്ടിക്കുക അല്ല. ഇതാണോ കരാട്ടയുടെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥശങ്കയില്ലാത്ത രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ല. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ലക്ഷ്യമാണ് നമ്മുടെ കരാട്ടെ പരിശീലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അല്ല. പിന്നെന്താണ്? കരാട്ടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വളരെ എടുക്കും ചിട്ടയോടുകൂടിയുള്ള പരിശീലനത്തോടുകൂടി സമൂഹത്തിൽ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യവും അച്ചടക്കവുമുള്ള വിദ്യാഭ്യാസത്തിനുപരി വിദ്യാർത്ഥികൾ വാർത്തെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ കരാട്ടെ. തൃശൂർ ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ റൻഷി പി കെ വർഗീസ്, വിനോദ് കുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചീഫ് റഫറി റൻഷി എം വിപിൻ സ്വാഗതവും സി ഏഞ്ചൽ നന്ദിയും പറഞ്ഞു. ഷോട്ടോക്കാൻ കരാട്ടെ ട്രെയിനിംഗ് സെന്റർ കോറോത്ത് റോഡിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനവും കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും നടന്നു. രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. ഷോട്ടോക്കോൻ കരാട്ടെ ട്രെയിനിംഗ് സെന്റർ കോറോത്ത് റോഡിന്റെ നേതൃത്വത്തിലാണ് ശുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർനാഷണൽ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനവും കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രധാനാധ്യാപിക എൻ സ്മിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് മറ്റ് ആയുധങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരം ആയുധമാക്കിക്കൊണ്ട് നമുക്കെതിരെ വരുന്ന ഏത് അനർത്ഥങ്ങളെയും അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഏതൊരു അക്രമിയെയും നമുക്ക് തടുത്തു നിൽക്കാൻ പറ്റും അല്ലേ? അവരെ തറപറ്റിക്കാനും പലപ്പോഴും പറ്റും, അവരിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. വളരെ അച്ചടക്കം, അതുപോലെ നമ്മുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ് നമ്മുടെ കരാട്ടെ പരിശീലനം. അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടി ഈ അച്ചടക്കം നമുക്ക് ലഭിക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ കുറെ മോറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നില്ലേ അല്ലേ? നല്ല കുട്ടിയായിരിക്കണം. നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. നമ്മുടെ ആത്മരക്ഷാർത്ഥം മാത്രമാണ് നമ്മൾ ഈ കൈപ്രയോഗങ്ങളൊക്കെ നടത്തേണ്ടത്. അതുപോലെ മറ്റു കുട്ടികളിലേക്ക് ഈ നല്ല സന്ദേശം എത്തിക്കണം. ഏതൊരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു മോശം പ്രവണതയെയും അല്ലെങ്കിൽ അക്രമങ്ങളെയും. ഇന്റർനാഷണൽ ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണവും ഉന്നത വിജയർക്കുള്ള ഉപഹാര സമർപ്പണവും വൺ കേരള ആർട്ടിലറി ബാറ്ററി NCC തലശ്ശേരിയുടെ അസോസിയേറ്റ് NCC ഓഫീസർ PV പ്രശാന്ത് നിർവഹിച്ചു. ശുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ NCC ഓഫീസർ TP രാബിദ് അധ്യക്ഷനായി. സ്കൂൾ കായികാധ്യാപകൻ അതുൽ, കരാട്ടെ ഇൻസ്ട്രക്ടർമാരായ സെൻസായ് MP ലിനീഷ്, സെൻസായ് മുഹമ്മദ് അലി, സെൻസായ് M ഷിബിൽ, സെൻസായ് അരുൺരാജ്, സെൻസായ് നിതിൻ, സെൻഫായ് ആഷിക, സെൻഫായ് സാനിയ മഹേഷ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. മുഹമ്മദ് കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. R രാജശ്രീയുടെ ആത്രേയകം നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ച നടന്നത്. കോടിയേരി ദേശീയ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. R രാജശ്രീയുടെ ആത്രേയകം നോവലാണ് ചർച്ച ചെയ്തത്. TK ഷാജു മാസ്റ്റർ മോഡറേറ്ററായി. MK ദിജ നോവൽ അവതരിപ്പിച്ചു. KP അരുൺകുമാർ, രജത് ചന്ദ്ര, ഗീത ടീച്ചർ, K അച്യുതൻ
തുടങ്ങിയവർ സംസാരിച്ചു. ഒരേ കല്ലിൽ തടഞ്ഞ് പലവരും വീഴുന്നയാൾ, ജ്ഞാനിയാര്, സഞ്ചാരി, ജീവിതത്തിന് സൗന്ദര്യം എന്തിന്, അനിശ്ചിതത്വം. ഒരേ സമയം ഏറ്റവും സാഹസികമായും ഏറ്റവും സ്വാസ്ഥ്യമാകുന്ന യാത്ര ഏത്? ഭയത്തിൽ നിന്ന് അഭയത്തിലേക്കുള്ള യാത്ര. എരിഞ്ഞാലും ഒടുങ്ങാത്തതെന്ത്? കാട്. മരിച്ചാലും വിടാത്തതെന്ത്? ഒന്നും പറയുന്നില്ല. മരിച്ചാലും വിടാത്തതെന്ത്? ഒന്നും പറയുന്നില്ല. മരിച്ചാലും വിടാത്ത ഓർമ്മകളാണ് ഈ യാത്രേകം എന്ന് പറയുന്ന. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നാഗസാക്കി ദിനം യുദ്ധവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികൾ വരച്ച യുദ്ധവിരുദ്ധ ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. കോടിയേരി ദേശീയ വായനശാലയുടെ നേതൃത്വത്തിൽ നാഗസാക്കി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി യുദ്ധവിരുദ്ധ ബോധവൽക്കരണം നടത്തി. TC പ്രദീപ് പദ്ധതി വിശദീകരണം നടത്തി. ബാലവേദി സെക്രട്ടറി അനുഷ്ക അധ്യക്ഷയായി. ഋതിക സ്വാഗതം പറഞ്ഞു. അനുഷ്ക, വൈദേഹി എന്നിവരുടെ യുദ്ധവിരുദ്ധ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു. IHMA തലശ്ശേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ അബൂബക്കറുടെ കടവത്തൂരിലെ വസതിയിലാണ് യോഗ ക്ലാസ് നടത്തിയത്. നിരവധി പേർ പങ്കെടുത്തു. യോഗ മാസ്റ്റർ അശോക് കുമാറിന്റെയും ഡോക്ടർ ഡെയ്സിയുടെയും നേതൃത്വത്തിലാണ് യോഗ ക്ലാസ് നടത്തിയത്. IHMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബൂബക്കർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിനയൻ ഉത്തമൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ജിതേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. 25ഓളം ഡോക്ടർമാർ യോഗയിൽ പങ്കെടുത്തു. ഹോമിയോപ്പതി ചികിത്സ നടത്തുമ്പോൾ ചില രോഗങ്ങൾക്ക് യോഗയും ഫലപ്രദമാകുമെന്ന് ക്ലാസ് വിലയിരുത്തി. പരിപാടിയിൽ ഡോക്ടർ നസ്വ സ്വാഗതവും ഡോക്ടർ ഹസ്നത്ത് അലി നന്ദിയും പറഞ്ഞു. ഇത് അപാരമുദ്രയാണ് യോഗയിൽ. നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ ഉപയോഗിക്കുന്ന പ്രാണന്റെ പേരാണ് അപാര. അപാരമുദ്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ പക്ഷെ നിങ്ങൾ പ്രാണന് 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 എങ്ങനെയോ സഞ്ചരിക്കുക. പ്രാണന് ശക്തി കൂടുമ്പോഴാണ് ഇതൊക്കെ ശക്തിപ്പെടുന്നത്. അതിന്റെ ഒരു ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ യോഗ. പാനൂർ കണ്ണംവെള്ളി മഹാത്മാ യുവക് കേന്ദ്ര ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. KP മോഹൻ MLA ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണ്ണംവെള്ളി മഹാത്മാ യുവക് കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ CA ബിരുദധാരി മുഹമ്മദ് മിൻഹജിനെയും MBBS നേടിയ കീർത്തന S കൃഷ്ണയെയും LSS USS SSLC +2 സംസ്കൃത സ്കോളർഷിപ്പ് ജേതാക്കളെയും അനുമോദിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനവും ഉപഹാര വിതരണവും നടത്തി. വായനശാല എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും അതോടൊപ്പം തന്നെ വികസനപരമായുമുള്ള ഒരു പ്രദേശത്തിൻ്റെ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിവിധ വായനശാലകൾ, ഓരോ വായനശാലയും എടുത്തു നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പാനൂരിലെ PR ലൈബ്രറിയൊക്കെ തന്നെ രാവിലെ കുട്ടികളടക്കം വന്ന് ചേർന്നുകൊണ്ട് മുകളിലും താഴെയും ഇരുന്നുകൊണ്ട് പഠിക്കുകയും. VP പ്രേമകൃഷ്ണൻ അധ്യക്ഷനായി. ജയചന്ദ്രൻ കരിയാട്, ശ്രീജിത്ത് VO, ഉണ്ണികൃഷ്ണൻ P, സെൻസായി സുരേന്ദ്രൻ, VP സജീവൻ, K ശശികുമാർ എന്നിവർ സംസാരിച്ചു. ചൊക്ലി ഗുരുകൃപ കളരി സംഘം കളരി പരിശീലനം ചൊക്ലി ഗുരുകുലം LP സ്കൂളിന് സമീപം ആരംഭിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. കളരി പരിശീലനത്തിന്റെ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. അപ്പോൾ അത് പരമാവധി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പഴയ കാലത്തൊക്കെ തന്നെ എല്ലാവരും ആയോധന കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം വീട്ടിൻ്റെ അടുത്തുള്ള കളരിയിൽ പോകുമായിരുന്നു. ഞാനൊക്കെ തന്നെ 9 വർഷം കളരി പോയതാണ്, 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അപ്പോൾ അന്ന് ഇതിലും കുറെ കൂടി ആളുകളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെ അവിടെ എത്തിച്ചേർന്നുകൊണ്ട് രാവിലെ പോയി മുക്കൂട്ട് കുഴമ്പിട്ട് 1 മണിക്കൂർ വരെ നിന്ന് എന്നിട്ടാണ് അഭ്യാസം തുടങ്ങുക. ഏത് സ്ഥലത്ത് ഏകദേശം ഇതിന്റെ ഉയരത്തിലൊക്കെ തന്നെ ചാടാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് സംരക്ഷിക്കുന്നത്. KS സദാശിവൻ ഗുരുക്കളുടെ ശിക്ഷണത്തിലാണ് ഗുരുകൃപ കളരി സംഘം പ്രവർത്തിക്കുന്നത്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ അധ്യക്ഷയായി. കളരിയിൽ മർമ്മ ചികിത്സകളും ചവിട്ടിയൊഴിയൽ, കൈ ഒഴിച്ചൽ, കിഴികൾ, ധാരകൾ, അപകടം പറ്റിയുണ്ടാകുന്ന പരിക്കുകൾ തുടങ്ങിയ സന്ധിവേദനകൾക്കും ചികിത്സ ലഭിക്കും.
സദാശിവൻ ഗുരുക്കൾ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MO ചന്ദ്രൻ, നവാസ് പരത്തീൻ്റെവട, ദിനേശ് ബാബു, T ജയേഷ്, രഗിനേഷ് എന്നിവർ സംസാരിച്ചു. TTK ഷാജി സ്വാഗതവും KTK പ്രദീപൻ നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതീക്ഷ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ ജേതാക്കളെ അനുമോദിച്ചു. DPGM UP സ്കൂളിൽ പ്രമുഖ പ്രഭാഷകനും നാടകകൃത്തുമായ A യതീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് A യതീന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. നീ എന്തായി തീരണം, ആ മൂലം നിന്നിലെ നിന്നോ വിടുന്നതിലല്ലേ. നിങ്ങൾ വലുതാക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ട്രാക്ക് കയറ്റി തരിക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ രക്ഷിതാക്കൾക്ക് സാധിക്കുള്ളൂ. അവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞു. +1ലേക്ക് നിങ്ങൾ കയറി. ചിലരെ ഡിഗ്രി ക്ലാസ്സിലേക്ക് കയറി. ഇനി അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലോ മറ്റിടത്തേക്കോ പോകാൻ +2ലെ ഫുൾ A+ വാങ്ങിയിട്ടുള്ള കുട്ടികളൊക്കെ മാറിയിരിക്കുക. ഇനി നിങ്ങൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പരിശ്രമശാലികൾക്കുള്ളതാണ് ഈ ലോകം. ശ്രമിക്കുന്നവർക്കുള്ളതാണ് ഈ ലോകം. വിശാലമാണ് ഈ ലോകം. പെൺകുട്ടികൾ പഴയതുപോലെയൊന്നുമല്ല. ഞാനിവിടെ പാനൂരിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വയസ്സിലുള്ള ഒരു മോളെയും കൂടിയിട്ട് അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. മാഷേ, ഇവിടെ പഠിപ്പിച്ച് ഗട്ടിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മൈസൂരത്താക്കാനല്ല. പിന്നെയോ പെൺകുട്ടികൾ പഠിച്ചിരുന്നാല് ഈങ്ങിപ്പോവും. പാനൂരുകാരുടെ ഭാഷയിൽ ഈങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷിഞ്ഞു പോകുക എന്നർത്ഥം. ഇത്
ഇവിടെ വരുന്നുണ്ടല്ലോ, ദിവസേന കുളിച്ചതായ കുപ്പായത്തേക്ക് വരുമല്ലോ. കല്യാണം കഴിച്ചയപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മഹിജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK മുഹമ്മദ് അലി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീവത്സൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N അനിൽകുമാർ സ്വാഗതവും M ഉഷ നന്ദിയും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂക്കോം യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കടന്നാക്രമണം, ചുമട്ട് തൊഴിലാളികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യം. 3, സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സാമൂഹ്യ വിരുദ്ധ പട്ടികയിൽ ആരെയൊക്കെ പെടുത്തിയാലും പെടുത്തിയില്ലെങ്കിലും രാഷ്ട്രീയക്കാര്, മതസംഘടനയുടെ ആളുകൾ, സാംസ്കാരിക സംഘടനയുടെ ആളുകളൊക്കെ റെസീറ്റ് ബുക്കുമായി വന്ന് അവർ പറയുന്ന പണം കൊടുത്തില്ലെങ്കിൽ അടുത്ത ഹർത്താലിന് കട കത്തിക്കും, അടിച്ചുപൊളിക്കും എന്ന് പറഞ്ഞ കാലം. കടകളിൽ വന്നാൽ മദ്യപിച്ചിട്ടും മദ്യപിക്കാതെയും ഒരു കൂട്ടം ആളുകൾ അഴിഞ്ഞാടിയ ഒരു കാലഘട്ടം. ഒറ്റയ്ക്കൊരു വ്യാപാരിക്ക് അവരെ നേരിടാൻ കഴിയാതിരുന്ന കാലഘട്ടം. കെട്ടിട ഉടമകളായിട്ടുള്ള തർക്കം. ഉപഭോക്താക്കൾ സാധനം മേടിച്ചുകൊണ്ട് പോയാൽ കടം കൊടുത്താലും കുഴപ്പം, കടം കൊടുത്ത പൈസ ചോദിച്ചാലും കുഴപ്പം. പൂക്കോം യൂണിറ്റ് പ്രസിഡന്റ് MR വേണു അധ്യക്ഷനായി. ഉന്നത വിജയികളെ മുഖ്യാതിഥി പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അനുമോദിച്ചു. പാനൂർ മേഖലാ പ്രസിഡന്റ് CK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. പാനൂർ നഗരസഭാ കൌൺസിലർ CH സ്വാമിദാസൻ, പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജുഷ എന്നിവർ സംസാരിച്ചു. KC അജിതൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ VP നിത്യൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. പൂക്കോം യൂണിറ്റ് സെക്രട്ടറി KC അജിതൻ സ്വാഗതവും വനിതാ വിംഗ് പ്രസിഡന്റ് പ്രമീള ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വതന്ത്ര കർഷക സംഘം കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ മഹമ്മൂദ് കടവത്ത് ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയം തിരുത്തുക, ഉൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവില വർദ്ധിപ്പിക്കുക, സബ്സിഡി വർദ്ധിപ്പിക്കുക, കാർഷിക വായ്പ ഉദാരമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്വതന്ത്ര കർഷക സംഘം കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തിയത്. ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞു, മനുഷ്യനാണോ വന്യജീവികൾക്കാണോ വില എന്ന് തീരുമാനിക്കപ്പെടേണ്ടുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ തൊട്ടടുത്ത മുകേരി പഞ്ചായത്തിലെ വള്ളിയായിൽ പോലും വന്യമൃഗാക്രമണത്തിന്റെ പേരിൽ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് കടവത്തൂരിൽ മത്സ്യവിപണനത്തിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. പറഞ്ഞു വരുന്നത്, വന്യമൃഗ നിയന്ത്രണം നടത്തി ജനങ്ങൾക്കോ കർഷകർക്കോ രക്ഷയില്ലാത്തയിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ, നമ്മൾ കാർഷിക വൃത്തി നടത്തി അത് ഫലപ്രാപ്തിയിലെത്തുമ്പോൾ, ക്രോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ, വിളവെടുക്കാൻ നോക്കുമ്പോൾ അത് മുഴുവനും ചവിട്ടി നശിപ്പിച്ചു പോകുന്ന കാട്ടാനകളും കാട്ടുപന്നികളും നിറഞ്ഞാടുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു സംവിധാനവും ആവിഷ്കരിക്കുന്നതിന് വേണ്ടി സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ കാർഷിക രംഗത്ത് നിന്ന് ആളുകൾ പതിയെ പതിയെ പിന്നാക്കം പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭ്യമാകുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ
ഈ പ്രക്ഷോഭ സംഗമം ആവശ്യപ്പെടുന്നത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതുപോലെ. SKS മണ്ഡലം പ്രസിഡന്റ് AC കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷനായി. PK ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ആവോലം ബഷീർ, EA നാസർ, VP അബ്ദുള്ള ഹാജി, കോയപ്പള്ളി മുഹമ്മദ്, UV അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. TK ഹമീദ് മാസ്റ്റർ സ്വാഗതവും മുഹമ്മദ് അലി മഞ്ചേരി നന്ദിയും പറഞ്ഞു. പാനൂർ ലീഗ് ഹൌസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ബാങ്കിൽ ഹനീഫ, BTC അലി, PK മൂസ ഹാജി, KP ഉമ്മർ, CK പോക്കർ, ഉദയത്ത് അബൂബക്കർ, MK ഉമ്മർ എന്നിവർ നേതൃത്വം നൽകി. ചിറക്കര GVHSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റും തലശ്ശേരി PK ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ചിറക്കര GVHSS സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നീതി S കൃഷ്ണ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. VHSS പ്രിൻസിപ്പൽ VC സിജു അധ്യക്ഷനായി. HSS പ്രിൻസിപ്പൽ KV അനിത, പ്രധാനാധ്യാപിക ശ്രീരഞ്ജ എന്നിവർ സംസാരിച്ചു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സുനേഷ് കുമാർ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ OS ഷീന നന്ദിയും പറഞ്ഞു. പൊതുജനങ്ങളും വിദ്യാർത്ഥികളുമടക്കം 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഹാസ്യകലയിലൂടെ കാണികളെ വിസ്മയിപ്പിച്ച പെരുന്താറ്റിൽ ഗോപാലന്റെ 3ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സ്മൃതി സംഗമം 2025 സംഘടിപ്പിച്ചു. പെരുന്താറ്റിൽ ഗുരുകൃപ ഹാളിലാണ് പരിപാടി നടന്നത്. പെരുന്താറ്റിൽ ഗുരുകൃപ ഹാളിൽ നടന്ന 3ാം സ്മൃതി ദിനം സാഹിത്യകാരൻ ഡോക്ടർ ജിനേഷ് കുമാർ എരമം ഉദ്ഘാടനം ചെയ്തു. ശിരോദിന്റെ ആ പേരെന്താണ് ശിരോദ്കർ എന്നൊക്കെ വരുന്നു. പക്ഷേ ഒരു അവബോധ മാറ്റത്തിന്റെ ഭാഗമായി സ്വയം എനിക്ക് ഈ പേരാണ് സ്വീകരിക്കേണ്ടതെന്ന് ആളുകൾക്ക് തോന്നിയ ഒരു സ്ഥലം കേരളമാണ്. അതുകൊണ്ട് പെരുന്താറ്റിൽ എന്ന നാട് ഇന്ന് അറിയപ്പെടുന്നത് ഈ ഗോപാലൻ എന്ന പേരിന്റെ കൂടെയാണ്. ഇന്നും അന്ന് ആ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ഉച്ച സമയത്താണ് ഗോപാലൻ എന്നയാൾ വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഞാൻ ഗോപാലൻ എന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, പെരുന്താറ്റിൽ ഗോപാലനാണോ? അതേന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. അല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് എത്രയോ സ്ഥലങ്ങളിൽ കേട്ട പരിചയമാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കുറിച്ച് അറിഞ്ഞ പരിചയമാണ്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കണം. അദ്ദേഹത്തെ ഏറ്റവും നന്നായി അറിയുന്ന നിങ്ങളോട് അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയാൻ പാടില്ല. വികസനവും അദ്ദേഹത്തിന് അനുസ്മരണ പ്രഭാഷണം കൂടി ഇവിടെ നടത്തുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സന്ദർഭത്തിൽ സംസാരിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവും നവോത്ഥാനവും കഥാപ്രസംഗവും നാടകവും പ്രസംഗവും എല്ലാം മനസ്സിലേക്ക് കടന്നു വന്നത്. ഇവിടെ ഒരു കഥാപ്രസംഗക്കാരനാണ് അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുന്നത്. പ്രൊഫസർ ദാസൻ പുത്തലത്ത് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു പെരുന്താറ്റിൽ ഗോപാലൻ സ്മാരക കലാരത്ന പുരസ്കാര സമർപ്പണം നടത്തി. കഥാപ്രാസംഗികനും പ്രഭാഷകനുമായ A യതീന്ദ്രൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. TKD മുഴപ്പിലങ്ങാട്, E ദേവദാസ്, മുൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK രമ്യ, മണിവർണ്ണൻ, സുശാന്ത് മാസ്റ്റർ കൊല്ലറക്കൽ, അന്മയ അനീഷ് എന്നിവർ സംസാരിച്ചു. പുസ്തക പ്രകാശനവും നടത്തി. പെരുന്താറ്റിൽ ഗോപാലിന്റെ ശിഷ്യനായിരുന്ന ഷാർനറിൻ കൂത്തുപറമ്പിന്റെ പരിപാടികളും നടന്നു. A യതീന്ദ്രൻ മാസ്റ്റർ കഥാപ്രസംഗം അവതരിപ്പിച്ചു. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. പൊന്നം സ്രാമ്പിയിലെ സൈക്ലോൾ ഷെൽട്ടറിലാണ് പരിപാടി നടന്നത്. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരൻ പൊന്നം ചന്ദ്രൻ നിർവഹിച്ചു. കാലിക പ്രസക്തിയുള്ള സമകാലികമായ പ്രവർത്തനങ്ങളിലൊന്നാവണം ലോകസമാധാനം നീണാൾ വാഴട്ടെ, വി വാണ്ട് വേൾഡ് പീസ് എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. 2005 വെനിസ്വേലയിൽ ലോക യുവജനോത്സവം നടക്കുകയുണ്ടായി. ആ യുവജനോത്സവത്തിൽ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ സംബന്ധിക്കാൻ അവസരമുണ്ടായിരുന്നു. അവിടെ വിവിധ സെഷനുകളിൽ സെമിനാറുകൾ, സംവാദങ്ങളെല്ലാം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സമാധാനം സംബന്ധിച്ച, ലോകസമാധാനം സംബന്ധിച്ച ഒരു സെഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ ജപ്പാനിൽ നിന്ന് വന്ന ഒരു പ്രതിനിധി, AIPSO തലശ്ശേരി പ്രസിഡന്റ് ചുരായി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം A പ്രദീപൻ മുഖ്യപ്രഭാഷണം നടത്തി.
അഡ്വക്കേറ്റ് പി കെ അൻവർ, ഭാസ്കരൻ കുരാർത്ത് എന്നിവർ സംസാരിച്ചു. AIPSO തലശ്ശേരി സെക്രട്ടറി A വത്സൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി PP സുജയ നന്ദിയും പറഞ്ഞു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് BJP 18-ാം വാർഡ് വിളക്കോട്ടൂർ വെസ്റ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ വാർഡിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരംഗത്തെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വാർഡാണ് ഈ വാർഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ എന്ത് വേണം, അമ്മമാരും കുട്ടികളും പുരുഷന്മാരും എല്ലാം തന്നെ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കണം. അമ്മമാർക്കും ഒരുപാട് പങ്കുണ്ട്. നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ടവരല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ടവരാണ്. കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ 50% സ്ത്രീകൾക്ക് സംവരണം വെച്ച തെരഞ്ഞെടുപ്പാണ്. BP രാജൻ അധ്യക്ഷനായി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് PP ഷാജി മാസ്റ്റർ, BJP പാനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി AK ഭാസ്കരൻ എന്നിവർ വിവിധ സെഷനുകളിലായി സംസാരിച്ചു. വാർഡ് ഇൻചാർജ് A സജീവൻ, മനോജ് മാസ്റ്റർ, AK ലസിത, ശ്രുതി മനോജ്, M സുധീർ, VP രമേശൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പൊതുവിലും കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷം വരുത്തുന്നതാണ് അമേരിക്ക തീരു വർദ്ധിപ്പിച്ച നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. കണ്ണൂർ നോർത്ത് AE ഓഫീസിൽ മന്ത്രി V ശിവൻകുട്ടിയുടെ മിന്നൽ സന്ദർശനം. നിയമന അംഗീകാരവും ശമ്പളവുമായി ബന്ധപ്പെട്ട് വാരം UP സ്കൂളിൽ അധ്യാപകർ നൽകിയ പരാതിയിൽ അന്വേഷണത്തിനാണ് മന്ത്രി നേരിട്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതി ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് തലശ്ശേരിയിലെ 27 റോഡുകൾ. പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. തലശ്ശേരിയിൽ വീണ്ടും മോഷണ പരമ്പര. 2 കടകളിൽ കവർച്ച, 4 ഇടങ്ങളിൽ കവർച്ചാ ശ്രമം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.